ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും വന്നിട്ടുള്ളത് കുറച്ച് മീഷോ പ്രൊഡക്റ്റുമായിട്ടാണ്. നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന കുറച്ച് പ്രൊഡക്റ്റ്സാണ് ഇന്നും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഈ രണ്ട് സെറാമിക് ജാറാണ് കേട്ടോ. രണ്ടെണ്ണം വരുന്നൊരു സെറ്റായിരുന്നു, കോംബോ ആയിരുന്നു കേട്ടോ. അപ്പം ഇതിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ പ്രൊഡക്റ്റാണ്. നല്ല ക്വാളിറ്റി ഉള്ള സെറാമിക്കിൽ ഇതുപോലെ കാണാൻ നല്ല ഭംഗിയുള്ള ഹാർഡ് പ്രിൻറ്റിൽ വരുന്ന ജാർസാണ്. ഒരു 500 ml ഒക്കെ കപ്പാസിറ്റി ഉണ്ടാവും കേട്ടോ. ലിഡും ഉണ്ട്. ലിഡ് എയർ ടൈറ്റ് അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് എയർ ടൈറ്റ് അല്ലാത്ത സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റും. അതായത് നമുക്ക് ഉപ്പോ പുളിയോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇട്ട് വെക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഷോ പീസായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതുപോലെ ഹാർഡ് പ്രിന്റിലുള്ള ജാർസും ഗ്ലാസസും അതുപോലെ നമുക്ക് സോസറും പ്ലേറ്റ്സും ഒക്കെ വരുന്നുണ്ട്, ബൗളും ഒക്കെ വരുന്നുണ്ട്. അപ്പം അതെല്ലാം കൂടി വാങ്ങിച്ചൊരു സെറ്റായിട്ട് നമുക്കിങ്ങനെ ക്രോക്കറി ഷെൽഫിലൊക്കെ വെക്കുകയെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഞാൻ വാങ്ങിക്കുന്ന ടൈമിൽ ഈ രണ്ട് ജാറിനും കൂടി 514 രൂപയായിരുന്നു കേട്ടോ. ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ നല്ല പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. 469 രൂപയുണ്ട് ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങിച്ചോളൂ കേട്ടോ. പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാനൊക്കെ സാധ്യത ഉണ്ട്. ഇതിൻ്റെ മുന്നേ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു കേട്ടോ. ഞാൻ വാങ്ങിക്കാൻ നോക്കിയപ്പോൾ പിന്നെ രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തപ്പോഴാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്, സൂപ്പർ ക്വാളിറ്റി ആട്ടോ. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കിക്കോളണ്ടേ. നമ്മൾ അടുത്ത പ്രൊഡക്റ്റും നല്ല സൂപ്പർ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള രണ്ട് ഹാൻഡ് വാഷിന്റെ ബോട്ടിൽസ് ആണ് കേട്ടോ. രണ്ടും ഒരു സെറ്റ് ആയിരുന്നു കേട്ടോ. ഒരു കോംബോയിലായിരുന്നു വരുന്നത്. പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ വന്നിട്ട്. ഇതിന്റെ ഈ ഒരു ലിഡൊക്കെ പ്ലാസ്റ്റിക് തന്നെയാണ് കേട്ടോ. കണ്ടാൽ സ്റ്റീലാന്ന് തോന്നുന്നുണ്ടെങ്കിലും പ്ലാസ്റ്റിക്കിൽ സ്റ്റീലിന്റെ കോട്ടിങ് കൊടുക്കുന്ന ആ ടൈപ്പിൽ വരുന്നതില്ല, അങ്ങനത്തതാണ് കേട്ടോ. കണ്ടാല് സെറാമിക് ആണെന്നേ തോന്നുള്ളൂ. ഓവറോൾ ലുക്ക് കണ്ടാല് ഇത് നമുക്ക് രണ്ട് ഭാഗത്തും ഓപ്പൺ ചെയ്യാം കേട്ടോ. ഈ ഒരു ഭാഗത്തും ഓപ്പൺ ചെയ്യാം. ഞാൻ നേരത്തെ കാണിച്ചില്ലേ മുകളിൽ, ആ ഒരു ഭാഗത്തും ഓപ്പൺ ചെയ്യാം. കാണാൻ നല്ല ഭംഗിയുണ്ട്. ആരും പറയില്ല കേട്ടോ, അത് കണ്ടാൽ പ്ലാസ്റ്റിക് ആണ്. ശരിക്കും ഒരു സെറാമിക്കിന്റെ ലുക്കാണ് വരുന്നത്. നമുക്കൊരു വാഷ് ബേസിന്റെ അടുത്ത് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ലുക്ക് തരുന്ന രണ്ട് ഹാൻഡ് വാഷിന്റെ ഡിസ്പെൻസറാണ് കേട്ടോ. അപ്പൊ ഞാനിതിന് വാങ്ങിക്കുന്ന ടൈമിൽ 186 രൂപയായിരുന്നു കേട്ടോ. ഇപ്പൊ ഇതാ കുറഞ്ഞൊരു ഡിസ്കൗണ്ടിൽ 184 രൂപയ്ക്ക് നമുക്ക് മീഷോന്ന് അത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. നല്ല പ്രൊഡക്റ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക് ആണെങ്കിലും നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയുള്ള പ്ലാസ്റ്റിക് ആണ് കേട്ടോ. കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. അതുപോലെ ഇതിൽ നമുക്ക് റീഫിൽ ചെയ്യാനും എളുപ്പമാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് തന്നെ റീഫിൽ ചെയ്യാനും എളുപ്പമാണ്. നല്ല ഭംഗിയുള്ള രണ്ട് പ്രിന്റിലാണ് വരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണാൻ നല്ല ഭംഗിയുള്ള രണ്ട് പ്രിന്റിലാട്ടോ വരുന്നത്. നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് ഇതാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും അതുപോലെ വേസും ആണ് കേട്ടോ വരുന്നത്. ഫ്ലവർ വേസും ഇത് രണ്ടും സെപ്പറേറ്റ് ആയി വാങ്ങിച്ചതാട്ടോ നമ്മള്. ഈ ഒരു ഫ്ലവേഴ്സ് എനിക്ക് തോന്നുന്നു 5 വരുന്ന ഫ്ലവേഴ്സ് ആണ് കേട്ടോ. ഈ ഫ്ലവറിന് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നമ്മള് വീഡിയോയിൽ കാണാൻ കാട്ടി നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ. 5 വരുന്ന ഈ ഒരു ഫ്ലവേഴ്സിന് ഞാൻ വാങ്ങിച്ച സമയത്ത് 162 രൂപയായിരുന്നു കേട്ടോ. ഇപ്പൊ 149 രൂപയുള്ളൂ. അപ്പം പെട്ടെന്ന് വാങ്ങിച്ചോളൂ. ഇതിന്റെ പല വെറൈറ്റീസും ഉണ്ട് കേട്ടോ. പല കളേഴ്സിൽ വരുന്നതും അതുപോലെ മിക്സഡ് ആയിട്ടുള്ള കളേഴ്സിൽ വരുന്നതും ഒക്കെ ഉണ്ട് മീഷോയില്. നല്ല ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് വേസിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. സെറാമിക് ആട്ടോ വരുന്നത്. സെറാമിക് വേസൊക്കെ ഇത്ര കുറഞ്ഞ പ്രൈസിൽ കിട്ടുമോയെന്ന് ശരിക്കും അത്ഭുതപ്പെടുത്തിയിട്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇതിൽ ഫോട്ടോയിൽ കണ്ടപ്പം ഇത്രയും ക്വാളിറ്റി ഉണ്ടാവില്ല എന്നുണ്ടോ. പക്ഷെ കൈ കിട്ടിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ. കാരണം അത്രയും ക്വാളിറ്റിയിൽ വരുന്ന സെറാമിക്കിന്റെ ഈ ഒരു വേസിന് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 170 രൂപ ഉള്ളായിരുന്നു കേട്ടോ. ഇപ്പം ആണെങ്കിൽ ഒന്നുകൂടി കുറഞ്ഞ് 157 രൂപ ആയിട്ടുണ്ട്. അപ്പം ഇത് സെപ്പറേറ്റ് ആയി വാങ്ങിച്ചാന്ന് പറഞ്ഞില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ കേട്ടോ. ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ഫ്ലവേഴ്സ് ഞാൻ പറഞ്ഞല്ലോ പല കളേഴ്സിൽ വരുന്നുണ്ട് കേട്ടോ. ഡിഫറെന്റ് കളേഴ്സിൽ വരുന്നുണ്ട്. ഇനിയിപ്പോ അടുത്തത് ഇതൊരു എന്താന്ന് മനസ്സിലായോ? ഇത് നമ്മൾ അലക്കണ സോപ്പൊക്കെ വെക്കൂലേ, വെക്കുന്നതല്ല കേട്ടോ, അലക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. സോപ്പ് റോളർ എന്ന് പറയും. ഇതിന്റെ താഴ്ഭാഗത്ത് നമ്മൾ സോപ്പ് വെച്ചിട്ട് ഈ ഒരു ഭാഗം കൊണ്ട് ഇങ്ങനെ നമ്മൾ ക്ലോത്തിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ കൈക്കൊക്കെ സോപ്പൊക്കെ ആയാൽ എന്തെങ്കിലും അലർജിയോ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് ഭയങ്കര ഉപകാരപ്രദമാണ് കേട്ടോ. അപ്പൊ ഇനി ഇതിലെങ്ങനെയാണ് സോപ്പ് വെക്കുക എന്നുള്ളത് കാണിച്ചു തരാം. നമ്മളെ ബാർ സോപ്പൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ സോപ്പ് കേട്ടോ. നമുക്ക് അലക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് ഏതാന്ന് വെച്ചാൽ അതാ ഇതുപോലെ ഈ ഒരു ഭാഗത്തൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട്
ഇതിൻ്റെ ഈ ഒരു മുകൾ ഭാഗം ഇവിടെ ഒരു സ്പ്രിങ് ആട്ടോ. അപ്പോൾ അതിലേക്ക് സോപ്പ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ ലിഡ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാട്ടോ ചെയ്യുക. അപ്പോൾ നമ്മളെ കയ്യിൽ സോപ്പ് ആവാതെ തന്നെ നമുക്ക് അലക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലെങ്ങനെ സോപ്പ് വെച്ചിട്ട് എങ്ങനെ ഇതിൻ്റെ ഒരു സോപ്പിൻ്റെ പത പുറത്തേക്ക് വരിക എന്ന് വെച്ചാൽ ഇതിൻ്റെ താഴ്ഭാഗത്ത് കണ്ടില്ലേ ഒരു ഹോൾ ഉണ്ട് കേട്ടോ. ആ ഹോളിൽ കൂടി നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സോപ്പ് നന്നായിട്ട് പതിഞ്ഞും കൂടെ വന്നോളൂ. അപ്പോൾ നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നമ്മൾ കൈക്ക് പ്രശ്നങ്ങളും കാര്യമൊക്കെ സോപ്പ് കൂടുതൽ ഉപയോഗിച്ചാൽ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് നല്ല ഉപകാരമുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതിന് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 91 രൂപയായിരുന്നു കേട്ടോ. കുറഞ്ഞ പ്രൈസേ ഉള്ളൂ. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് ഒക്കെ നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടെ. അപ്പം ഈ ഒരു ഹോളിൽ ഈ ഹോളിൽ കൂടിയാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിക്കാന്ന് പറഞ്ഞത്. എന്നിട്ട് നമുക്കിതുപോലെ കമത്തി വെച്ചിട്ട് സോപ്പ് ഇങ്ങനെ ക്ലോത്തിൽ എന്താ പറയുക തേച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് ഇത് ലിഡിട്ട് വെക്കും ചെയ്യാം. താഴ്ഭാഗം നേരെ വെച്ചാൽ എക്സസ് ആയിട്ടുള്ള വാട്ടർ പുറത്തേക്ക് പോവുകയും ചെയ്തോളൂ. ഇന്നത്തെ നമ്മളെ ലാസ്റ്റ് പ്രൊഡക്റ്റ് ഈ ഒരു സ്റ്റീലിന്റെ റാക്കാണ് കേട്ടോ. കിച്ചൺ റാക്കുകളാണ്. മോഡുലാർ കിച്ചണൊന്നും ഇല്ലാത്തവർക്ക്, അതായത് കൂടുതൽ ഷെൽഫ്സും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു റാക്കാണ് കേട്ടോ. 4 വരുന്നൊരു സെറ്റാണ്. സ്റ്റീലാണ് മെറ്റീരിയൽ വന്നിട്ട്. നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീലാണ് കേട്ടോ. നല്ല വെയിറ്റ് ഒക്കെ വരുന്ന സ്റ്റീൽ തന്നെയാണ്. അപ്പോൾ 4 വരുന്ന ഈ ഒരു സെറ്റിന് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 327 രൂപ ഏതാണ്ട് ഇരുന്നേ. ഇപ്പം ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 309 രൂപയേ ഉള്ളൂ. ഭയങ്കര ഉപകാരം കേട്ടോ. നമുക്കിത് വേണമെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ട് ഓരോ റാക്കായിട്ട് യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ജോയിന്റ് ചെയ്തിട്ട് നീളത്തിൽ ഒരു റാക്കായിട്ട് യൂസ് ചെയ്യുക കേട്ടോ. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനിത് ജോയിന്റ് ആയിട്ട് നീളത്തിലൊരു റാക്കാണ് കേട്ടോ. നീളത്തിലൊരു റാക്ക് പോലെയാണ് യൂസ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ റാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് താഴ്ഭാഗത്തും അതുപോലെ റാക്കിന്റെ മുകൾ ഭാഗത്തും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ 2 സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇതുപോലെ ഒന്ന് ജോയിന്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒന്നായിട്ട് ഒരു നീളത്തിലോ റാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കണ്ടെയ്നേഴ്സ് ആണ് കേട്ടോ. 6 വരുന്ന ഒരു സെറ്റാണ്. പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ വന്നിട്ട്. നല്ല ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള കണ്ടെയ്നേഴ്സ് ആണ്. വലുപ്പം കുറവാണ്. ഇതൊരു 500 ml ഒക്കെ കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. ചെറുതാണ്, പക്ഷെങ്കിൽ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. ഇതുപോലുള്ള കണ്ടെയ്നേഴ്സ് കുറച്ച് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ഭയങ്കര ഉപകാരമാണ്. ഇതുപോലെ ഒരുപോലുള്ള കണ്ടെയ്നേഴ്സിൽ ഫ്രിഡ്ജിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ഫ്രിഡ്ജ് കാണാൻ നല്ല ഭംഗിയല്ലേ, ക്ലീൻ ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഞാനിത് വാങ്ങിക്കുന്ന ടൈമിൽ 345 രൂപയായിരുന്നു കേട്ടോ 6 വരുന്നത്. ഇപ്പം പ്രൈസ് ഒന്നുകൂടി കുറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 337 രൂപയാണ് ഇട്ടുള്ളത്. അപ്പോൾ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ പ്ലാസ്റ്റിക് ആണ്. കണ്ടാൽ ഗ്ലാസ് ആണെന്ന് തോന്നുന്നെങ്കിലും പ്ലാസ്റ്റിക് തന്നെയാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കും ആണ്. അതുപോലെ ലിഡൊക്കെ നല്ല എയർ ടൈറ്റ് ആയി നിൽക്കുന്നുണ്ട് കേട്ടോ. ലിഡിന് ഇതുപോലെ ക്ലിപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല എയർ ടൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും വിശ്വസിച്ച് വാങ്ങാം. അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു സെറാമിക് ജാറിന്റെ സെറ്റാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു സെറാമിക് ജാർസ് ആണ്. 3 വരുന്ന ഒരു സെറ്റാണ് കേട്ടോ. ഭയങ്കര കുഞ്ഞാണ്, ഒരുപാട് വലിപ്പമൊന്നുമില്ല. നമുക്ക് പിക്കിളൊക്കെ ഇട്ട് വെക്കാൻ പാകത്തിനുള്ള ജാറാണ് കേട്ടോ. പക്ഷെങ്കിൽ ഭയങ്കര ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റിയും ഉണ്ട് കേട്ടോ. ചെറുതാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള സെറാമിക്കും ആണ്. കാണാൻ ഭയങ്കര ഭംഗി കേട്ടോ. ഭംഗി ഞാൻ എടുത്ത് പറഞ്ഞ ചുമ്മാതല്ല കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതുപോലെ 3 ജാറാണ്, ചെറിയ ചെറിയ കുഞ്ഞായിട്ടുള്ള ജാറും അതുപോലെ ഒരു ട്രേയും ഇതിന്റെ കൂടെ ഉള്ളതാണ്. ഈ ട്രേ ഒക്കെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന സെറാമിക് ആണ്. 3 ഈ ഒരു ട്രേയിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കാനും പറ്റും. അപ്പൊ നമുക്കിത് ഷോ പീസായിട്ട്
ഷോ പീസായിട്ടും യൂസ് ചെയ്യുക. അതുപോലെ പിക്കിളൊക്കെ ഇട്ട് വെക്കാനോ അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കാനോ അങ്ങനെയുള്ള ഉപയോഗത്തിനൊക്കെ പറ്റും കേട്ടോ. ഇതുപോലെ ഒരു സെറ്റൊക്കെ കിച്ചണിൽ വെച്ചാൽ കിച്ചണിനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഈ ഒരു സെറാമിക് ജാറിൻ്റെ സെറ്റിന് ഞാൻ വാങ്ങിക്കുന്ന ടൈമിൽ 470 രൂപയായിരുന്നു കേട്ടോ. 470 രൂപക്കൊക്കെ എന്തായാലും വെർത്തായുള്ള പ്രൊഡക്റ്റാണ്. ഈ ഒരു ട്രേക്ക് തന്നെ കൊടുക്കേണ്ടി ഒരു അത്യാവശ്യം പൈസ, നല്ല ക്വാളിറ്റിയുള്ള ട്രേ ആണ്. അതിലേക്ക് ഈ ജാറും കൂടി വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് വെർത്തായുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ജാറ് ഭയങ്കര ചെറുതാണ് കേട്ടോ, കുഞ്ഞായിട്ടുള്ള ജാറുകളാണ്. ഇതുപോലെ ലിഡൊക്കെ വരുന്ന കാണാൻ നല്ല ഭംഗിയുള്ള ജാറാണ്. വലിയ വലിയ ഉപയോഗത്തിനൊന്നും നമുക്ക് പറ്റില്ല. അച്ചാറിട്ട് വെക്കുക, അതുപോലെ ചെറിയ മസാല പൊടികളോ അങ്ങനെയുള്ള സംഭവത്തിനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അതുപോലെ ഒരു ഷോ പീസ് ആക്കിയിട്ടോ ടേബിൾ മേലോ കൗണ്ടർ ടോപ്പിലൊക്കെ വെക്കാനും അങ്ങനെയും പറ്റും. നല്ല ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇനിയിപ്പോൾ അതാ അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു ബാസ്ക്കറ്റിന്റെ സെറ്റാണ് കേട്ടോ. ഇതും പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ, പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. 4 വരുന്ന സെറ്റാണ്. ഇതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ നല്ലൊരു കളറിലുമാണ് വരുന്നത്. ഇത് നമുക്ക് കിച്ചണിൽ, അതുപോലെ കുട്ടികളുടെ സ്റ്റഡി ടേബിളിൽ, വാർഡ്രോബിൽ, കൗണ്ടർ ടോപ്പിൽ, അതുപോലെ സ്റ്റോർ റൂമിലും ഫ്രിഡ്ജിലൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബാസ്ക്കറ്റാണ് കേട്ടോ. 198 രൂപയായിരുന്നു ഞാനിത് വാങ്ങിക്കുന്ന ടൈമിൽ. 198 രൂപക്കൊക്കെ എന്തായാലും വെർത്തായുള്ള പ്രൊഡക്റ്റാണ്. ഈ ഒരു 4 ബാസ്ക്കറ്റ് ആ ഒരു പ്രൈസിൽ കിട്ടുകയെന്ന് വെച്ചാൽ നല്ല വെർത്താണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 175 രൂപയുള്ളൂ കേട്ടോ മീഷോയിൽ ഇതിന്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കിക്കൊള്ളണം കേട്ടോ. നല്ല പ്രൊഡക്റ്റാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്. നമുക്ക് നല്ല ഓർഗനൈസ് ആയിട്ട് കിച്ചണൊക്കെ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു സ്പൈസ് ബോക്സ് ആണ് കേട്ടോ. സ്പൈസസ്, അതുപോലെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബോക്സിന്റെ സെറ്റാണ് കേട്ടോ. ഇത് 3 വരുന്ന ഒരു സെറ്റാണ്. ഇതുപോലെ ഒരു ട്രേയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ട്രേയിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാകും കാണാൻ. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാളിൽ ഫിക്സ് ചെയ്തിട്ട് അങ്ങനെ വെക്കാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിലും വെക്കാം. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ വന്നിട്ട്. നമുക്ക് വേണമെങ്കിൽ സ്പൈസസ്, നട്ട്സോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിട്ട് വെക്കാം. അങ്ങനെയുള്ള ഉപയോഗങ്ങൾക്കൊക്കെ പറ്റുന്ന നല്ലൊരു അടിപൊളി ട്രേ ആണ്. പ്ലാസ്റ്റിക് ആണ്, നല്ല ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ഒന്നല്ല, എന്നാലും അത്യാവശ്യം നല്ല പ്ലാസ്റ്റിക് ആണ് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ വാങ്ങിക്കുന്ന ടൈമിൽ 239 രൂപയായിരുന്നു കേട്ടോ. ഇപ്പോൾ പ്രൈസ് വന്നിട്ട് ഒരു 207 രൂപയുള്ളൂ. എന്തായാലും ആ ഒരു പ്രൈസിന് വർത്തായുള്ള പ്രൊഡക്റ്റാണ്. അത്യാവശ്യം നമുക്ക് ഉപയോഗങ്ങളൊക്കെ നടക്കും. അതുപോലെ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ചാലും, ഇനി അതല്ല വാളിൽ നമുക്ക് ഫിക്സ് ചെയ്യാന്നുണ്ടെങ്കിലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതാ നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന, നമ്മൾ കൊടുക്കുന്ന പൈസക്ക് എന്തുകൊണ്ട് വേർത്തായുള്ള ഒരു പ്രൊഡക്റ്റാണ്. നല്ല ഹൈ ക്വാളിറ്റി സെറാമിക്കിൽ വരുന്ന ബൗൾ സെറ്റാണ്. 6 വരുന്ന സെറ്റാണ്. അത്യാവശ്യം വലുപ്പമുണ്ട്, പറ്റ ചെറുതല്ല, അത്യാവശ്യം വലുപ്പത്തിൽ വരുന്ന ഒരു സെറാമിക് ബൗളിൻ്റെ സെറ്റാണ്. 6 വരുന്ന സെറ്റാന്ന് പറഞ്ഞല്ലോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും അതുപോലെ കളറും ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന സെറാമിക്കും ആണ് കേട്ടോ. ഞാൻ വാങ്ങിക്കുന്ന ടൈമിൽ 472 രൂപയായിരുന്നു ഈ ഒരു സെറ്റിന്. പക്ഷേങ്കിൽ ഇപ്പോൾ നന്നായിട്ട് പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. 400 രൂപയുള്ളൂ കേട്ടോ. ഇപ്പോൾ വാങ്ങിക്കുന്നവർ പെട്ടെന്ന് വാങ്ങിച്ചോളൂ. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം അത്രയും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്.
സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ഫസ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.